പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് നേതാവുമായ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. അഫ്ഗാൻ ടൈംസിന്റെ എക്സ് പേജിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ജയിൽ അധികൃതർ മരണവിവരം സ്ഥിരീകരിച്ചിട്ടില്ല. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇമ്രാൻഖാൻ 3 വർഷമായി റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിലാണ്. ഇമ്രാൻഖാന്റെ മരണവിവരം പുറത്തുവന്നത് മുതൽ ജയിലിന് മുന്നിൽ സംഘർഷാവസ്ഥയാണ്. അപർണ കാർത്തിക, ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് എവിടെയെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ? സുജിയ, സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അഫ്ഗാൻ ടൈംസിന്റെ എക്സ് പേജിലാണ് ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. ഈ കാര്യത്തിൽ പാക് സർക്കാരോ ജയിൽ അധികൃതരോ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇമ്രാൻഖാന്റെ സഹോദരിമാരുൾപ്പെടെ ഈ ആരോപണം വിശ്വസിക്കുന്നുണ്ട്. റാവൽപിണ്ടി ജയിലിന് പുറത്ത് വലിയ തോതിലുള്ള സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. വലിയ ആൾക്കൂട്ടമാണ് അവിടെയുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ സമാനമായ രീതിയിലുള്ള സംഘർഷ സമാന സാഹചര്യം അവിടെയുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാനെ ജയിലിൽ കാണാനെത്തിയ സഹോദരിമാരെ കാണാൻ അനുവദിച്ചിരുന്നില്ല. ഇത് വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് വഴിതെളിയിച്ചത്. ഏകദേശം 10 മണിക്കൂറോളം സഹോദരിമാരെ, 71 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയെ ഉൾപ്പെടെ ജയിൽ പരിസരത്ത് കാത്തുനിൽപ്പിച്ചു എന്നുള്ളത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെ പഞ്ചാബ് പോലീസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവരെ നടു റോട്ടിലൂടെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റുകയും എല്ലാം ചെയ്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഒരു ആശ്വാസകരമായുള്ള കാര്യമായിട്ടുള്ളത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജയിലിന് മുന്നിലുള്ള സംഘർഷ സമാനമായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ ഇത്തരത്തിലുള്ള സാഹചര്യം തുടരുകയാണ്. അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഏതെങ്കിലും കാരണവശാൽ താൻ ജയിലിനകത്ത് കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദി പാക് സൈനിക മേധാവിയായ അസിം മുനീർ ആണെന്ന് നേരത്തെ തന്നെ ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയിലിനകത്ത് നേരിടുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് പലപ്പോഴായി മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയും എല്ലാം തന്നെ ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മെയിലും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ പാക് സർക്കാരും ജയിൽ അധികൃതരും കൃത്യമായൊരു വിശദീകരണം, അതൊരു വ്യാജ വാർത്തയാണ് എന്നുള്ള തരത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ അത്തരത്തിലൊരു സ്ഥിരീകരണം സർക്കാർ തലത്തിൽ നിന്നോ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇമ്രാൻഖാന്റെ കുടുംബത്തെ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഏകാന്ത തടവിലേക്ക് മാറ്റുന്നതിന് സർക്കാർ, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ സൈനിക നടപടിയുടെ കീഴിലുള്ള സർക്കാർ അതിന് ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലും വലിയ വാർത്തകൾ വരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. മാത്രമല്ല 2023 കഴിഞ്ഞ 3 വർഷക്കാലമായി ജയിലിൽ തുടരുകയാണ് ഇമ്രാൻഖാന് വലിയ തോതിൽ ഏകാന്ത തടവ് മാത്രമല്ല, പലപ്പോഴും ഭക്ഷണം പോലും നൽകാതെ പീഡിപ്പിക്കുന്നു തുടങ്ങിയ തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മരണവിവരം സംബന്ധിച്ച് അഫ്ഗാൻ ടൈംസ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. സുജയ, ഓക്കെ, അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. റാവൽപിണ്ടി ജയിലിന് മുന്നിൽ സംഘർഷമുണ്ട്, എന്നാൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ളതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു.